ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ നമ്മൾ ഗുണ കേവിൽ നിന്ന് ഇപ്പോൾ നേരെ വന്നിട്ടുള്ളത് പില്ലർ റോക്സിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, പില്ലർ റോക്സ്. അപ്പോൾ അതെന്താണെന്ന് കാണാനുള്ള ഒരു ജിജ്ഞാസയിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് പേര് ഇവിടെയും കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, ഡ്രസ്സിൻ്റെയും ചോക്ലേറ്റിൻ്റെയും പിന്നെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ഷോപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാനീ നിൽക്കുന്നത് പില്ലർ റോക്സിൻ്റെ മുമ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെ ടിക്കറ്റിന് 5 രൂപയാണ് കേട്ടോ, 30 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. കാഴ്ചകൾ കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഇവിടെയും നമ്മുടെ കോട മൂടിയ ഒരവസ്ഥ തന്നെയാണ് കേട്ടോ ഉള്ളത്. എല്ലായിടും കോട മൂടി ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമുക്കിങ്ങനെ ചെറുതായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ആ പാറയുടെ സൈഡൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ക്ലൈമറ്റ് അടിപൊളിയാണ്. നമുക്ക് ഈ വെയിലിൻ്റെ ചൂടൊന്നും അവിടെ അറിയുന്നില്ല. നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി തണുപ്പാണ്, നല്ലൊരു സുഖം ഇപ്പം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ ഇവിടെ അതേ കുറേ ബുദ്ധ പ്രതിമകളൊക്കെ വിൽക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഓരോ ബുദ്ധ പ്രതിമയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഞാനതിങ്ങനെ പറയുകയും ചെയ്തു. പക്ഷെ നല്ല എമൗണ്ടാണ്, നല്ല ക്യാഷാണ്. പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഈ പില്ലർ റോക്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പില്ലർ റോക്സിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈറ്റ്സിൽ കിടക്കുന്ന ഒരു പാറയാണ്. അതായത് നമ്മുടെ പില്ലർ പോലെ, ഒരു തൂണ് പോലെയാണ് നമ്മുടെ ഈ പാറ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കുമ്പോൾ ഒരു പാറ പോലെ ഇരിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ കൈവഴിയാണ്. ഇനി അവിടെയെങ്കിലും പോയിട്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു അരുവിയുണ്ട് അവിടെ, നല്ലൊരു സൗണ്ട്, അവിടുത്തെ സൗണ്ടൊക്കെ അങ്ങനെയാണ് കേൾക്കാം. ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നമുക്ക് അവിടെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം ഫുൾ ടൈം. അപ്പോൾ ഈ പാറ എന്ന് പറയുന്നത് നല്ല വലിയൊരു തൂണ് പോലെ നല്ല ഹൈറ്റ്സിലിരിക്കുന്ന ഒരു പാറയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോട മൂടിയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് അവിടെ നിന്ന് നേരിട്ട് നോക്കുമ്പോൾ ഒരു നേരിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഫുള്ളിങ്ങനെ കോട കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ കുറേ നേരം നിന്നില്ല. ഓൾറെഡി നമുക്ക് സമയം ഒരുപാട് 3:30-4 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സൈഡായിട്ട് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചിറങ്ങി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഗോൾഫ് ഗ്രൗണ്ടാണ്. ഇവിടെ 2-3 പേരൊക്കെ അവിടെ ഗോൾഫ് കളിക്കുന്നുണ്ട്. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഈ ഗോൾഫ് ഗ്രൗണ്ട്. അപ്പം നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂമിലേക്ക്. അപ്പോൾ നമ്മളൊരു ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടോ. ഉച്ചയൂണ് കഴിക്കുന്നത് 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ കഴിച്ചുകൊണ്ട് ആർക്കും ആ ടൈമിൽ വിശന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അസ്മിയും ശിവയും ബിരിയാണിയാണ് പറഞ്ഞത്. ഞങ്ങൾ 3 പേരും നമുക്ക് നാടൻ ചോറിനാണ് കേട്ടോ. ആ ചോറിന് പപ്പടം ഉണ്ട്, പിന്നെ ചീരക്കറി, ഒരു മസാല, ഉരുളക്കിഴങ്ങിൻ്റെ എന്തൊരു മസാല ഉണ്ട്, പിന്നെ നമ്മൾ മീൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ സൈഡിൽ കേസരി ആണെന്ന് തോന്നുന്നു കേട്ടോ, കേസരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊരിച്ച മീൻ, നമ്മുടെ വരാലാണ് വാങ്ങിയത്, പൊരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുഡ് ടേസ്റ്റൊക്കെ, എനിക്ക് മീൻ കറിയൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ശിവ ബിരിയാണി പറഞ്ഞത് കംപ്ലീറ്റ് കഴിച്ചില്ല, ബാക്കി ഞാനും കൂടെയാണ് കഴിച്ചത്. ഒക്കെ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. രാവിലെ കഴിച്ചതിനേക്കാൾ ഒരുപാട് ബെറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നമ്മളിത് ഏകദേശം ഇപ്പോൾ ലേക്കിൻ്റെ സൈഡിലെത്തി. നമ്മൾ പോകുമ്പോൾ ലേക്കിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ച് വരുമ്പോൾ കയറാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലേക്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ബോട്ടിങ്ങൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നോക്കിയില്ല. നമ്മൾ അതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ
ഒരേട്ടൻ അവിടെ കുറേ ബലൂൺസും കുറേ ഗണ്ണുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത്ര എമൗണ്ട് ഇപ്പോൾ എത്ര കറക്റ്റ് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല. 100 രൂപയാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കറക്റ്റ് എന്തോ ഭാഗ്യത്തിന് ഞാൻ എയിം ചെയ്ത ബലൂൺ തന്നെ പൊട്ടിയിട്ടോ. ശിവ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അവളും നോക്കി. എല്ലാവർക്കും ഒരു പ്രത്യേക എൻജോയ്മെൻറ്റ് അത്രയേ ഉള്ളൂ. എന്തായാലും ഭയങ്കര രസം, ഒരു പ്രത്യേക ഇഷ്ടം തോന്നി ഈ ഒരു ആക്ടിവിറ്റീൻ്റെ അടുത്ത്. എല്ലാവരും ട്രൈ ചെയ്തു. പക്ഷെ രണ്ടാമത് ട്രൈ ചെയ്തതിൽ മൂപ്പർക്കൊന്ന് പാളിയിട്ടോ. ആദ്യത്തത് കറക്റ്റായിട്ട് ശിവ പറഞ്ഞു കൊടുത്ത ബലൂൺ തന്നെയാണ് പൊട്ടിച്ചത്. പിന്നത്തെ അസ്മിയ പറഞ്ഞ ബലൂണിൽ ഒന്ന് പാളിപ്പോയി. അപ്പോൾ നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മുടെ റൂമിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ നമ്മൾ ചോക്ലേറ്റൊക്കെ എന്തായാലും വാങ്ങണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഞങ്ങളെല്ലാവരും കൂടി വാങ്ങി. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ അത് കൂടുതലാക്കിയിട്ട് അങ്ങനത്തെ ചോക്ലേറ്റ്സാണ് വാങ്ങിയത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചടുത്താണ് റൂമിൽ പോവുക, റെസ്റ്റ് ചെയ്യുക, അതുതന്നെയാണ് പരിപാടി. കാരണം ഇന്ന് ഫുൾ അലച്ചിലായിരുന്നു. നാളെ നമുക്ക് രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.